മേരി മദർ ഓഫ് ജീസസ് എന്ന സിനിമയുണ്ട്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയാണ്. ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ്. അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സീൻ ഇങ്ങനെയാണ്. മേരി പ്രഗ്നൻ്റായി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ മേരി പ്രഗ്നൻ്റായി. മേരി ഈ കാര്യം ജോസഫിനോട് പറയാൻ വേണ്ടി ജോസഫിനെ അന്വേഷിച്ച് പോവാണ്. അപ്പോൾ പതിക്കാൻ നാട്ടിലെ ആൾക്കാരൊക്കെ കുറച്ചുപേരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഒരു തിരക്കുള്ള തെരുവിലൂടെ ജോസഫിനെ അന്വേഷിച്ച് മേരി ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു വൈകുന്നേരം സമയമാണേ. ആ സമയത്ത് അതിൽ ഒരാൾ മേരിയെ തിരിച്ചറിഞ്ഞിട്ട് പറയും, ദേ പാപിനിയായ പെണ്ണ് പോകണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ അവർക്ക് ചുറ്റും കൂടാണ്. എല്ലാവരുടെ കയ്യിൽ കല്ലാണ്. കാരണം അന്നത്തെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള നിയമമാണ്. ആ നിയമത്തിന്റെ പേരിലാണ് ഇവരെല്ലാം കൂടി ഇങ്ങനെ ചുറ്റും വളഞ്ഞു നിൽക്കുന്നത്. അവരിങ്ങനെ കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ജോസഫ് എൻട്രി ചെയ്യുന്നത്. ജോസഫ് എൻട്രി ചെയ്യുമ്പോഴേക്കും ആ കൂട്ടത്തിൽ ഒരാൾ ജോസഫിന്റെ കൈ കല്ല് കൊടുത്തിട്ട് പറയും, ജോസഫെ, അവൾ നിന്നെയാണ് ചീറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ കല്ലെറിയാനുള്ള അധികാരം നിനക്കാണ്, എറിയടാന്ന് പറയും. ജോസഫിന്റെ കയ്യിൽ കല്ലുണ്ട്. ജോസഫിന്റെ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്. ജോസഫ് കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെയൊക്കെ കല്ല് വലിച്ചെറിഞ്ഞിട്ട് മേരിയെ പിടിച്ചിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. മേരിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണ നടക്കുന്നിടത്ത് നിന്നും മേരിയെ രക്ഷപ്പെടുത്താൻ ജോസഫ് എന്ന ഹീറോന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മളതാ കാണുന്നത്. ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുത്താൻ വന്ന രക്ഷകനെ രക്ഷിക്കുന്നവനാണ് ജോസഫ്. ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുത്താൻ വന്ന രക്ഷകനെ രക്ഷിക്കുന്ന ജോസഫ്. എന്താണ് ജോസഫിന്റെ പ്രത്യേകത? ഈസ് എ ജസ്റ്റ് മാൻ എന്ന് പറയാം. അവൻ നീതിമാനായിരുന്നു എന്നാണ് ലൂക്കായുടെ ഗോസ്പല് ജോസഫിനെ കുറിച്ച് പറയുന്നത്. ഈ കഴിഞ്ഞ ബുധനാഴ്ച കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ പാലക്കാട് വാളയാറ് വൈകുന്നേര സമയത്ത് ഒരു അതിഥി തൊഴിലാളിയെ നമ്മുടെ നാട്ടുകാരൊക്കെ ചെന്ന് ചവിട്ടിക്കൂട്ടി കൊന്നു. ചോര തുപ്പിയാണ് അവൻ മരിക്കുന്നത്. രാമനാരായണൻ ബയ്യാർ എന്നാണ് പേര്. 31 വയസ്സുള്ളൂ. ഈ മനുഷ്യന് 2 മക്കളുണ്ട് നാട്ടിൽ, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ വീട്ടിൽ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് തൊഴിൽ തേടി കേരളത്തിൽ വന്നത്. 5 ദിവസമായിട്ട് കേരളത്തിലുണ്ട്. പക്ഷെ മക്കളെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് സങ്കടം കൊണ്ട് ഈ മനുഷ്യൻ തിരിച്ചു പോകാനുള്ള വഴിയിൽ വെച്ചിട്ടാണ് ഇവൻ മോഷ്ടാവാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം ഒരു ആൾക്കൂട്ട് വിചാരണ നടത്തി കൊന്നുകളയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ത് എഴുതിയേക്കണമെന്ന് അറിയാമോ? അവൻ്റെ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗം പോലുമില്ല. വാരിയിലൊക്കെ ചവിട്ടി ഞെരിച്ച് ഓടിച്ചു കളഞ്ഞു. എത്ര ക്രൂരമായ മർദ്ദനാണ്! ഒരു വിചാരണയും ഇല്ലാതെ ഈ ആളുകൾ സത്യം എന്തെന്നറിയാതെ നീതി എന്തെന്നറിയാതെ കൊന്നുകളയാണ്. ഇവിടെ ഈ രാമനാരായണൻ എന്ന ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ ഒരു ജോസഫ് ഇല്ലാതെ പോയി. ഒരു ജോസഫ് മിസ്സിംഗ് ആണ്.